കാണിച്ച് ഞാൻ എഴുത്തു കൊടുക്കാനല്ലേ പറഞ്ഞത്? എഴുത്തു കൊടുക്കാനാ കുഞ്ഞെ പോയത്, ഉടുപ്പെടുക്കാനല്ല. അവിടെ ചെന്നപ്പോ എന്നെ അങ്ങ് കടിച്ചു കയറാൻ വരുമല്ലോ. ഞാൻ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് എനിക്കിതൊക്കെ കേൾക്കേണ്ട ആവശ്യം എന്തുവാ? ഞാൻ ഇവിടുത്തെ ചോറ് നിന്നാ ഇത്രയും നാൾ വളർന്നത്. ആ അപ്പൊ കെട്ടിയെടുത്തൊന്നും അല്ല, കുഞ്ഞിന്റെ ഉടുപ്പെടുക്കാൻ ചെന്നാന്ന് ഞാൻ പറഞ്ഞു. ചേട്ടന് ഇപ്പൊ എന്ത് മനപ്രയാസം ഉണ്ടായി കാണും? കുഞ്ഞെ, ഞാനിതിപ്പോ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണല്ലോ. കുഞ്ഞ് സമാധാനമായിട്ടിരിക്കെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹം നാളെ ഇങ്ങ് വരും. മമ്മി എന്തേ? മമ്മിയും ഡാഡിയും പള്ളിയിൽ പോയി. മോള് മാത്രമേ ഉള്ളൂ? ആ വരൂ ആന്റി. വേണ്ട, ആന്റി ഇവിടെ ഇരുന്നോളാം. അത് ശരി, താഴെ ഇരിക്കാനല്ലേ? എന്തിനാ ഈ നാണം? ഈ വാശിയും പിണക്കവും എല്ലാം കളഞ്ഞ് കേറിഞ്ഞ് വാടാ എന്റെ മണിക്കുട്ട. എന്നെ തല്ലി, നാണിമ വന്നപ്പോ ചീത്ത പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് അച്ഛനറിയാണ്ട് ഞാൻ ഇവിടം വരെ വന്നില്ലേ? എന്താ താഴോട്ട് വന്നാൽ? എത്ര തവണ ഇതിനു മുമ്പ് ഞാൻ താഴെ ഇറങ്ങി വന്ന് എന്റെ മണിക്കുട്ടനെ വിളിച്ചോണ്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ ഈ ദുർവാശയൊക്കെ ഇപ്പൊ കാണിക്കുന്നത്? ഇത്തവണ ഏതായാലും നീ ഒന്ന് മേലോട്ട് കയറുക. അങ്ങനെ വന്ന് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. വാടി മോളെ, ആന്റി പോവാ. നീ ഇത്ര ഉറക്കെ ഒന്നും പറയണ്ട. നീ ഈ പറയുന്ന മോളുടെ അടുത്തല്ല, എന്നോടാന്ന് ചേട്ടൻ അറിയില്ലേ? നിനക്ക് വേണ്ടി ഈ വാതിലും തുറന്ന് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി എന്റെ മോളെ? താൻ ഇൻസ്പെക്ടറെ വലിയ ശിങ്കിരിയാണല്ലോ. എന്തായി കാണിക്കുന്നേ? താൻ ഇൻസ്പെക്ടറെ കൊണ്ട് നാട് നന്നാക്കും അല്ലയോ? എന്റെ ചോര വെച്ചുണ്ടാക്കിയ കാശ എന്ത് കാണിക്കാം? എന്തോടോ? എനിക്ക് മാർഗം പേടി. ഞാൻ അയാളുടെ പരിധിക്കല്ല ജീവിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. നേരം എടുത്ത് അന്ത്യം എന്ന് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നതിനാ. എന്ത് പറയാ? ഇങ്ങോട്ട് മാറിക്ക് ബെന്നി. പിള്ളേരോട്ട് ഉറങ്ങണത്. ഞാനേ നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളികളെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒത്തീർപ്പിന് വേണ്ടി പോയതാ. വരുന്ന വഴിക്കൊന്ന് കയറിക്കളയാന്ന് വിചാരിച്ചു. ഇതാ നമ്മളെ മരുമകൻ. ഇവര് മണ്ഡലം പ്രവർത്തകരാ. ആ എനിക്ക് അല്പം കാര്യം സംസാരിക്കാനുണ്ട്. വ്യക്തിപരമാണ്. വ്യക്തിപരമാണല്ലേ? എന്നാ പിന്നെ ഇവരോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുമല്ല, ഇരിക്കാൻ കസേരോട് തികയത്തില്ല. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ആ ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ അങ്ങോട്ട് വരുന്നെന്ന് അവള് പറയുന്നത് കേട്ടു. ഞാൻ വരണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഉടുക്കാനുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് സാവകാശത്തിലാവാന്ന് കരുതി. അത് നിങ്ങളുടെ കാര്യം. പിന്നെ ഞാൻ വന്നത് നമ്മുടെ മാർക്കോസ് മുതലാളിയുടെ മകന്റെ പേരിൽ ഒരു കേസോ. അതെ, ബെന്നിയുടെ പേര്. IPC 323 ആണ്. സാമാന്യം തരക്കേടില്ലാത്ത കുറ്റകൃത്യമാണ്. അതെന്ത് വേണേ ആയിക്കോട്ടെ. മാർക്കോസ് മുതലാളി ഞാനുമായിട്ടുള്ള ഇരിപ്പോശം വെച്ച് നോക്കുമ്പോൾ നമ്മളായിട്ടൊന്നും സംഭവിക്കരുത്. അത് അവര് തന്നെ തീർത്തോളും. അവർ കുറ്റം ചെയ്യുകയും അവർ തന്നെ തീർക്കുകയും ചെയ്താൽ പിന്നെ ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷന്റെ ആവശ്യം എന്ത്? മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. സൈറ്റിൽ വന്ന് കോൺക്രീറ്റിന് ഇത്ര സിമന്റ് മണ്ണോടാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ വകവയ്ക്കൂ? ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമായതുകൊണ്ടും വന്നാൽ സാധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടിയത്.
അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് നടപ്പിലാക്കാൻ തൊഴിൽപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, ഇതൊഴിച്ച് ഒരു സബ് ഇൻസ്പെക്ടർ, ഞാൻ എത്ര സബ് ഇൻസ്പെക്ടറെ കണ്ടിട്ടുള്ള ഇയാളെ മഹാരാജാവും ഇയാൾ ആരെന്ന് വിചാരിച്ചാണ് കളിച്ചത്? ഇയാൾക്ക് അറിയാമയോ നാരണമുള്ള നിങ്ങൾക്കാണല്ലോ കൂട്ടി നിന്നത്. വലിയ അഭിപ്രായമായിരുന്നല്ലോ. നല്ല പയ്യൻ, അനുസരണമുള്ള പയ്യൻ, തലവാഴത്തമുള്ള പയ്യൻ. ഇപ്പൊ എന്റെ മുഖത്ത് കൈവരച്ചില്ലേ? എന്താ ഉണ്ടായേ? മാർക്കോസ് മുതലാളിയുടെ മകനെ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോ അയാൾക്ക് തൊഴിൽപരമായ പ്രയാസങ്ങളുണ്ട് പോലും. എന്നെ പറ്റി വേണ്ട, ഇവിടെ നിൽക്കുന്ന അവളെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പറയുമായിരുന്നു. എന്നിട്ട് ഞാനവിടെ എന്റെ മരുമനെ കാണാൻ ചെന്നപ്പോഴേക്ക് അയാൾ എന്നെ ഒരുപാട് ഇസ്പേഡ് ഏഴാൻ കുരു പോലെ. അതിനർത്ഥം എന്താണ് അമ്മേ? അയാൾക്ക് തൊപ്പിയാ മുഖ്യം. അയാൾക്ക് എന്നെയും എന്റെ മോളെ ഒരു പ്രശ്നമല്ല. അയ്യോ അച്ഛ, അങ്ങനെ പറയരുത്. ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ പോയി പറയാം ചേട്ടനോട്. വേണ്ട, നീ പറഞ്ഞു കേൾക്കുന്ന അർത്ഥമില്ല. ഞാൻ കൂടെ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. ഏതായാലും അത് അറിഞ്ഞിട്ട് നീ അയാളുടെ കൂടെ പോയാൽ മതി. സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ? ആ. അല്ല, കുഞ്ഞു വീട്ടിൽ പോയിട്ട് വന്നില്ലേ? ഇല്ല. അച്ഛനെ കാണാൻ പോയതല്ലേ? ആ, അതെ. അല്ല, എന്നാലും 3 ദിവസം ആയല്ലോ. കുഞ്ഞിനെ എന്നിങ്ങോട്ട് വരുമെന്നാ? ഇല്ല, അവൾ ഇനി വരുന്നില്ല. തൃപ്തിയായില്ലേ? എന്താ സാർ ഇങ്ങനെ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞ വീട്ടിൽ പോകുന്ന കാര്യം ശോഭനയോട് പറയരുതെന്ന്? പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ സാറിന്റെ ഒരു നന്മ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അന്നേ അവളോട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. സംഗതി അവിടെ തീർന്നേനെ. അത് മറയ്ക്കാൻ ഒരു കള്ളം, ആ കള്ളം മറയ്ക്കാൻ അതിനേക്കാൾ വലിയ വേറൊരു കള്ളം. നിങ്ങളാണ് എല്ലാം കാരണക്കാരൻ. സാർ, ഞാൻ പറഞ്ഞത് പോയിപ്പിള്ളേ, 30 വർഷക്കാലത്തെ സർവീസിനുള്ളിൽ നിങ്ങൾ 5 or 6 ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷെ എനിക്കെല്ലാം എന്റെ മണിക്കൂട്ടനായിരുന്നു. ഐ എം സോറി. പോയിപ്പിള്ള പോ, നമുക്ക് നാളെ സംസാരിക്കാം. എന്താ പിള്ളേച്ചെ കേട്ടത്? പിള്ളേച്ചനെ പറ്റി എനിക്കുണ്ടായിരുന്ന എല്ലാ മതിപ്പങ്ങ് പോയി. ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞ വാക്ക് കേട്ട് ഇത്രയും കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എനിക്കിപ്പോ തോന്നുന്നു എന്തോ എനിക്കൊരു ബുദ്ധിമോശം പറ്റിപ്പോയി. ശരി, സമ്മതിച്ചു. ഇന്ന് ശോഭനയോടെ വന്നില്ലേ? നിങ്ങൾ എന്താ കുട്ടിയെ വിളിക്കാഞ്ഞ്? അത് എന്നെ കാണാമെന്നാണെങ്കിൽ അതൊക്കെ മേലോട്ട് വരുന്നൂടെ? അവളെ കണ്ടല്ലേ എന്നോട് നിൽക്കുന്നത്. എന്തുവാ പിള്ളേച്ചെ പറയുന്നത്? നിങ്ങൾ കൂടെ കൂടെ പറയാറുണ്ടല്ലോ ശോഭന കൊച്ചുകുട്ടിയാണെന്ന്. ഇപ്പൊ നിങ്ങൾ ആദിലും കൊച്ചുകുട്ടി. ശോഭന എവിടെ വരുന്നത്? നിങ്ങളെ കാണാനല്ല, പിന്നെ ആരെ കാണാനാ? ദേ, ഞാൻ ഉപദേശിക്കാനൊന്നും വിചാരിക്കില്ല. ഇതിപ്പോ തന്നെ റിപ്പയർ ചെയ്യുന്ന നല്ലത്. ആ, സാറിന് കാണാൻ കണ്ടില്ലേ സാർ? സാറിന് തൊപ്പിക്കുകയല്ലേ സാർ ഇതെല്ലാം നടക്കുന്നത്? നാട്ടിൽ അക്രമം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാൽ കട കത്തിച്ചു കളയൂ സാർ. എന്റെ കട കത്തിച്ച ചോദിക്കാനാവില്ലേ സാർ? സാധാരണക്കാരന് ചുട്ടുകരിച്ച ചോദിക്കാനാവില്ലേ സാർ? എന്റെ സർവസ്വം പോയി സാർ, എന്റെ സർവസ്വം ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് ഒരുപാട് നാൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കത്തിച്ചാരാണെന്ന് എനിക്കറിയാം. മാർക്കോസ് മുതലാളിയുടെ മകനാണ് സാർ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം സാർ. എവിടാ അവൻ?
റാസ്കൾ. പോലീസ് സ്റ്റേഷൻ. സർ. ഉണ്ട് സർ. സർ. CA അദ്ദേഹം വിളിക്കുന്നു. സാർ, അറസ്റ്റ് ചെയ്തു. 436 ആണ്. ഇനി എന്തെങ്കിലും മറച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ക്ഷീണമാണ് സാർ. സാർ. ഇത്രയും വേണോ സർ? എന്താ കാര്യം? മാർക്കോസ് മുതലാളിയുടെ മോനെ. എന്തോന്ന് മാർക്കോസ് മുതലാളി? ആരാണ് അയാൾ? ഒരു മാർക്കോസ് മുതലാളി, മുതലാളിയുടെ സൈക്കിൾ, മുതലാളിയുടെ മോൻ. അന്ന് ആ കൊച്ചുകുട്ടി അവൻ അവകാശപ്പെട്ട പറമ്പിൽ കയറി തേങ്ങയിട്ടപ്പോ അവനെ ലോക്കപ്പിലിടാൻ നിങ്ങൾക്ക് എന്ത് ധൃതിയായിരുന്നു? എപ്പോഴേ ലോക്കപ്പിലിടേണ്ട ഇവനെ ഞാനൊന്ന് പിടിച്ച് അകത്താക്കിയപ്പം എന്താ പ്രയാസം? സാർ, നമ്മൾ ഈ യൂണിഫോം ഇടുന്നുണ്ടെങ്കിലും അത് തയ്പ്പിച്ചു തരുന്നത് അവരാന്നാ പറയുന്നത്. ലജ്ജയില്ലേ ഗോപിപ്പിള്ള ഇത് പറയാൻ? ഈ ധാരണ അവർക്ക് കൊടുത്തതാണ് എന്റെയും നിങ്ങളുടെയും ശാപം. നാം മാസാമാസം വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ വിയർപ്പാണ്. ആ വിയർപ്പിന്റെ വില മറന്ന് നാം ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, ആരായാലും എന്തായാലും. യെസ് ജോർജ് തോമസ്. എന്താ പോയപ്പിള്ളേ? ഉണ്ടല്ലോ. ഓ, DIG വിളിച്ചിരുന്നോ? ഉടൻ ചെന്ന് കാണണമെന്നോ? ശരി, പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ശരി. മാർക്കോസ് മുതലാളിയുടെ മകനെ അറസ്റ്റ് ചെയ്തു അല്ലേ? സാർ. കൊള്ളാം. ആ പയ്യനെ പറ്റി ഇതിനു മുൻപും പല കംപ്ലൈന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പല ആൾക്കാരോടും അക്കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള അവസരമോ ധൈര്യമോ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് സാധിച്ചു. ഐ ഡു അപ്രീഷിയേറ്റ് യുവർ ഗട്ട്സ്. താങ്ക് യു സർ. പക്ഷേ നിങ്ങളെപ്പോലെ കഴിവുള്ള ഇൻസ്പെക്ടേഴ്സ് ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിൽ ഡിപ്പാർട്ട്മെന്റിന് യോജിപ്പില്ല. കഴിവുള്ളവരെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തുക. കുഴിപ്പള്ളി ഒരു മോശപ്പെട്ട സ്റ്റേഷനാണ്. അവിടെ നിങ്ങളെപ്പോലെ സമർത്ഥനായ ഒരു ഇൻസ്പെക്ടർക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള സേവനം ആ ഭാഗത്തേക്ക് പ്രയോജനപ്പെടുത്താനാണ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. സർ, ക്ഷമിക്കണം. ഇവിടെ ഞാനൊരു പണി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് പൂർത്തിയാക്കാനുള്ള സാവകാശമെങ്കിലും എനിക്ക് തരണം. നിങ്ങൾ തുടങ്ങി വെച്ചല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പൂർത്തിയായിക്കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ കുഴിപ്പള്ളിയിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റായി നിങ്ങൾ കരുതിയാൽ മതി. ക്ഷമിക്കണം. ഞാൻ തുടങ്ങി വെച്ച പണി പൂർത്തിയാക്കും മുമ്പ് എന്നെ നിർബന്ധമായി പറഞ്ഞയക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുകയാണെങ്കിൽ അത് കോംപ്ലിമെന്റ് അല്ല, ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഡിസിഷൻ ഇസ് ഫൈനൽ. യു ആർ എക്സ്പെക്ടഡ് ടു ജോയിൻ ഫോർ ഡ്യൂട്ടി ഓൺ 27th itself. സോറി സർ. എന്താ ഇത്? എന്റെ രാജിക്കത്താണ്. വാട്ട്? മിസ്റ്റർ മാർക്കോസിന്റെ മകനെ അറസ്റ്റ് ചെയ്താൽ സാർ എന്നെ വിളിക്കുമെന്നും വിളിച്ചാൽ ഇങ്ങനൊരു കോംപ്ലിമെന്റ് തരുമെന്നും ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാണ്. എന്റെയും സാറിന്റെയും സമയത്തിന് വരെയുള്ള സ്ഥിതിക്ക് ഈ കത്തെഴുതാനുള്ള സമയമെങ്കിലും നമുക്ക് ലാഭിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന് വലിയ നഷ്ടമാണ്. ഇല്ല സർ, എന്നെ പോലുള്ളവർ ഈ ഡിപ്പാർട്ട്മെന്റിന് അധികപ്പറ്റാണ്. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ വെളുപ്പാങ്കാലത്ത് തണുപ്പും സഹിച്ചോടിയിരുന്നപ്പോഴും മുഷീന്ന നിയമങ്ങൾ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടിയപ്പോഴും എന്റെ മനസ്സിൽ ഒരു ഇൻസ്പെക്ടറുടെ രൂപമുണ്ടായിരുന്നു. ആ യൂണിഫോമിന് ഒരു മാന്യത ഉണ്ടായിരുന്നു സർ. ആ മാന്യതയും സങ്കല്പമൊക്കെ വലിച്ചെറിഞ്ഞ് തൊപ്പിക്ക് താഴെ കാക്കിയിൽ പുതഞ്ഞൊരു പ്രേതമായി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സർ. ഗുഡ് ബൈ. ഇതാണ് കുഞ്ഞ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനെല്ലാം കാരണക്കാരൻ ഈ ഗോപിപ്പിള്ളയാണ്.
ആ വീട്ടിൽ പോകുന്ന കാര്യം കുഞ്ഞിനോട് പറയരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനാ. ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാ. പക്ഷെ ഫലം മറിച്ചാ വന്നത്. കുഞ്ഞെവിടെ പോന്നു? ഞാൻ എന്റെ ചേട്ടനെ കാണാൻ പോവാ. എല്ലാരും കൂടെ ചേർന്ന് എന്റെ ചേട്ടനെ ചീത്തയാക്കിയതല്ലേ? എന്റെ ചേട്ടൻ നല്ലവനാ. ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് പോയെന്ന് അച്ഛനോട് പറഞ്ഞാ മതി. നീ എവിടെ പോകുന്നു? ഞാൻ പോവാ അച്ഛാ, ചേട്ടനെ കാണാൻ പോവാ. പോകുന്നതിന് മുമ്പായിട്ട് നിന്നോട് ചില സംസാരിക്കാനുണ്ട്.